റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ നൽകിയ 50 ദിവസം എന്ന കാലാവധി വെട്ടിച്ചുരുക്കുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടുള്ള തന്റെ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പാണിത്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് 50 ദിവസം പോലും നൽകേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പ്രസിഡന്റ് പുടിനിൽ എനിക്ക് നിരാശയാണുള്ളത്. സ്കോട്ട്ലൻഡിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിനൊപ്പം സംസാരിക്കുമ്പോഴാണ് ട്രംപിന്റെ റഷ്യയ്ക്കുള്ള താക്കീത്. 10 മുതൽ 12 ദിവസം വരെയുള്ള പുതിയ കാലാവധിയാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. യുദ്ധം പരിഹരിക്കപ്പെടുമെന്ന് കരുതിയപ്പോൾ പുടിൻ യുദ്ധം കുറച്ചുകൂടി ശക്തമാക്കി. കീവ് പോലുള്ള നഗരങ്ങളിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ തുടങ്ങി. നഴ്സിംഗ് ഹോമുകളിലടക്കം നിരവധി പേരാണ് കൊല്ലപ്പെടുന്നത്. തെരുവുകളിലുടനീളം മൃതദേഹങ്ങളാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ റഷ്യക്കെതിരെ കടുത്ത ഉപരോധമുണ്ടാകുമെന്നും ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. യുദ്ധം ആരംഭിച്ചതു മുതൽ യുക്രൈന് ട്രംപിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. ഗാസയിൽ പട്ടിണിയില്ല എന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പരാമർശത്തെ തള്ളിക്കൊണ്ട് ഗാസയിൽ ശരിക്കും പട്ടിണിയുണ്ട് എന്നും UK പ്രധാനമന്ത്രിയുമായി സംസാരിക്കവേ ട്രംപ് പറഞ്ഞു. ഗാസയിൽ ആളുകൾക്ക് ആവശ്യത്തിന് ഭക്ഷണമില്ലെന്ന UN പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കാതെയുള്ള ട്രംപിന്റെ പുതിയ പ്രതികരണം. ഗാസയിലേക്കുള്ള എല്ലാ പ്രവേശനവും നിയന്ത്രിക്കുന്ന ഇസ്രായേൽ ഗാസയിൽ പട്ടിണിയുണ്ടെന്നും ഭക്ഷ്യക്ഷാമത്തിന് ഉത്തരവാദികൾ ഇസ്രായേൽ ആണെന്നുമുള്ള ആരോപണത്തെ പൂർണ്ണമായി നിരാകരിക്കുകയാണ്.